നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തും എന്ന ട്രംപിൻ്റെ വാഗ്ദാനം. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിക്ക് ട്രംപ് അന്തിമ രൂപം നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. 11 ദശലക്ഷത്തോളം പേരെയാണ് നാടുകടത്തേണ്ടത്. ഇതിനായി വൻ സന്നാഹങ്ങൾ ഒരുക്കാനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിനുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി പട്ടാളത്തെ തന്നെ ഇറക്കാനാണ് നിയുക്ത പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും നീക്കമുള്ളതായി പറയപ്പെടുന്നു. അതിർത്തികൾ അടച്ച് ഇനിയങ്ങോട്ട് അനധികൃത കുടിയേറ്റക്കാരെ തടയാനും ട്രംപ് വൻ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ടോം ഫിറ്റൻ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം ശരിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റം തടയുമെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാടുകടത്തുമെന്നും നേരത്തെ ട്രംപ് പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ 11 ദശലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇത് എന്ത് വില നൽകി നടപ്പിലാക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് അന്ന് പറഞ്ഞിരുന്നു. മെക്സിക്കോയുടെ പേരെടുത്ത് പറയാതെ മയക്കുമരുന്ന് മാഫിയകൾ തകർത്തറിഞ്ഞ രാജ്യത്തേക്ക് തന്നെയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവർ തിരികെ പോകേണ്ടതെന്ന് ട്രംപ് അന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു. 11 ദശലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഏതാണ്ട് $315 ബില്യൺ ചെലവ് വരുമെന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, ഇത്രയും പേർ രാജ്യം വിട്ടു പോകുമ്പോൾ അവർ ജോലി ചെയ്തിരുന്ന മേഖലകളിൽ പകരം ആളുകളെ കണ്ടെത്തുക എന്നതും ശ്രമകരമായ ജോലി തന്നെയായിരിക്കും. ഇപ്പോൾ ഫ്ലോറിഡയിലെ മാർ-എ-ലാഗോയിലെ വീട്ടിലിരുന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള പദ്ധതികൾ ട്രംപ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടയ്ക്കാനും ട്രംപ് ആലോചിക്കുന്നുണ്ട്. ജോ ബൈഡൻ ഭരണകൂടം 1 കോടിയോളം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇതോടെ രാജ്യത്തെ മൊത്തം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 2 കോടിയിലധികമായി എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. മെക്സിക്കോയോട് ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കാനും നീക്കമുണ്ട്. ഇവിടെ അശ്വാരൂഢരായ സൈനികരെ റോന്തു ചുറ്റാനായും നിയോഗിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കൂറ്റൻ മതിൽ തീർക്കാനുള്ള ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തെ നീക്കങ്ങൾ ശക്തമായി നടപ്പിലാക്കാനും തീരുമാനമായിട്ടുണ്ട്. അന്ന് പണി ആരംഭിച്ച മതിലിൻ്റെ നിർമ്മാണം ബൈഡൻ സർക്കാർ നിർത്തിവച്ചിരുന്നു. അമേരിക്കയിലെ അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആയിരിക്കും ആദ്യം ഒഴിപ്പിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. 1798 അമേരിക്ക പാസാക്കിയ എലിയൻ എനിമീസ് ആക്ട് ഇതിനായി പ്രയോഗിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ശത്രു രാജ്യങ്ങളിൽ നിന്നെത്തി അമേരിക്കയിൽ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ഈ നിയമം. വെനസ്വേല, ഹെയ്ത്തി, ക്യൂബ, നിക്കരാഗ്വ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ ആയിരിക്കും ആദ്യം നാടുകടത്തുക എന്നാണ് ട്രംപിനോടടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവർ 7 ലക്ഷത്തോളം പേർ വരും. 2ാം ഘട്ടമായി നാടുകടത്താനുള്ള പട്ടികയിൽപ്പെട്ട 10 ലക്ഷം പേരെ ആയിരിക്കും പുറത്താക്കുക. 3ാം ഘട്ടമായി കൃഷിയിടങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരെ നാടുകടത്തും. ഇവരെ പാർപ്പിക്കാനായി പ്രത്യേക ക്യാമ്പുകൾ തീർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരികയാണ്. അമേരിക്കയിലെ തന്നെ പല മനുഷ്യാവകാശ സംഘടനകളും അഭയാർത്ഥികൾക്ക് വേണ്ടി പോരാടുന്നവരുമൊക്കെ തന്നെ ഈ നീക്കം മനുഷ്യത്വരഹിതമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ താൻ നൽകിയ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം അമേരിക്കൻ ജനതയുടെ താല്പര്യവും ഇത്തരത്തിൽ കുടിയേറിയവർ തങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തൻ്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്.